നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ആഗസ്റ്റ് 15 ഒരു സ്വാതന്ത്ര്യ ദിനം കൂടി നമ്മൾ ആഘോഷിക്കണം. അപ്പോൾ അതുകൊണ്ട് മൺമറഞ്ഞു പോയ നമ്മുടെ ഗാന്ധിജി നമുക്ക് നേടിത്തന്ന ഈ സ്വാതന്ത്ര്യം നമ്മൾ മിസ്യൂസ് ചെയ്യാണ്ട് എല്ലാവരും ജീവിക്കുക. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിനൊരു ഗുഡ് സല്യൂട്ട് കൊടുത്തുകൊണ്ട് നമുക്ക് ഇന്നത്തെ വീഡിയോ തുടങ്ങാം. ബിഗ് ബോസ് അതിനകത്ത് എന്ത് നടക്കുന്നു, എന്തൊക്കെയാണ് അവിടുത്തെ സ്ട്രാറ്റജികളും അവിടുത്തെ കളികളും ഉഡായിപ്പുകളും എല്ലാം ഒരു തണുപ്പ് രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നിരുന്നാലും നമുക്ക് കുറച്ച് കാര്യങ്ങൾ നമുക്ക് പറയാം. ജിസൈൽ നിരന്തരം നിയമലംഘനം നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നാണ് അനുമോള് CBI ആയിട്ട് അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത്. എപ്പോൾ നോക്കിയാലും ജിസേലിൻ്റെ പെട്ടി തുറന്ന് നോക്കുക, അതുപോലെ തന്നെ ഈ ജിസേലിന് വേണ്ടിയിട്ട് ആരെങ്കിലും മേക്കപ്പ് സാധനങ്ങൾ ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് പരിശോധിക്കുക. ഇതൊക്കെയാണ് അനുമോളുടെ ഡ്യൂട്ടി. എന്താ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജിസേൽ അവിടെ കിടന്ന് നല്ല രീതിയിൽ കളിക്കുന്നത് അനുമോൾക്ക് പിടിക്കുന്നില്ല. അനുമോളാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അനുമോൾക്ക് ഇപ്പോൾ ജിസേൽ പറഞ്ഞ പോലെ ഉയരവും ഇല്ല, സൗന്ദര്യവും ഇല്ല. ഇതൊക്കെ പബ്ലിക്കായിട്ട് പറയുമ്പോൾ അവൾക്ക് ഭയങ്കര ഇറിറ്റേഷനാണ്. പിന്നെ അതല്ല, വളരെയധികം ഈ തുടയൊക്കെ കാണിച്ച് ജിസേൽ ഡ്രസ്സ് ഇട്ട് നടക്കുക, അതുപോലെ തന്നെ ഒരുപാട് കുണ്ടി കാണിച്ച് നടക്കുക. ഇതൊന്നും ഇവൾക്ക് ദഹിക്കുന്നില്ല. ഇതൊന്നും ഇല്ലാത്ത കാരണമാണെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് മാക്സിമം ഇവർ തമ്മിലാണ് ഫൈറ്റ് നടക്കുന്നത് മുഴുവൻ. ഇന്നലെ ഈ ഒരു അനുമോള് പറയുന്നുണ്ട്. എന്താണ് പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ അനുമോള് പറയാം, ഇവിടെ ഇപ്പോൾ എത്ര അവളുടെ നിയമലംഘനങ്ങൾ ഞാൻ എത്ര പിടിച്ചു, പക്ഷെ ഒരു ആണുങ്ങൾ പോലും എൻ്റെ ഭാഗത്ത് പറയുന്നില്ല. എല്ലാവരും ജിസേലിൻ്റെ കൂടെ നിൽക്കുന്നത്. അതെന്താ കാരണം? അവൾ ഇതുപോലെയുള്ള ഡ്രസ്സുകൾ ഇട്ട് നടക്കണ്, ഈ താറാവിൻ്റെ പോലെ കുണ്ടി കാണിച്ച് നടക്കണ്. അത് ഇവിടുത്തെ ആണുങ്ങൾക്ക് വായി നോക്കികൾക്ക് വലിയ ഇഷ്ടമാണ്. അതുകൊണ്ട് അവളെ ഒട്ടിപ്പിടിച്ച് അടയും ചക്കരയും പോലെ അവളെ ഒട്ടിപ്പിടിച്ച് അവൾ ഇവിടുത്തെ ആണുങ്ങളെ മയക്കി നടക്കണ്. അതുകൊണ്ട് ഞാൻ പറയണത് ഒന്നും വില പോണില്ല എന്നായി പറയണത്. എന്ത് വീട്ടിത്തരായി പറയണത്? ഈ ജിസേലിനെ കണ്ടു കഴിഞ്ഞിട്ട് അവിടെയുള്ള ആണുങ്ങൾ വെള്ളമിറക്കി നടക്കണം, വായി നോക്കി നടക്കണമെന്ന് പറയണേൽ ഇവള് പറയണതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവൾക്ക് ഉള്ളൊരു സ്പേസ്, ഇവൾക്ക് ആകെയുള്ളൊരു പരിപാടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നലെ നിറഞ്ഞു നിന്നത് അനുമോൾ തന്നെയാണ്. ഇവൾക്കുള്ള ആകെയുള്ള ഒരു പരിപാടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നുമില്ലെങ്കിൽ ആവശ്യമില്ലാണ്ട് കിടന്ന് ഈ ജിസേലിൻ്റെ മുകളിൽ കിടന്നിട്ട് കുതിര കയറുക, അല്ലെങ്കിൽ എന്തുണ്ടായിട്ടുണ്ടെങ്കിൽ കിടന്ന് ഉറങ്ങുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഭക്ഷണം കഴിക്കുക. ഇതാണ്. എത്ര പ്രാവശ്യം പട്ടി കുറച്ചെന്ന് പറയാം ഇവള് കിടന്ന് ഉറങ്ങിയിട്ട്. ഇവൾക്ക് വൈകുന്നേരം എന്തുട്ടാ പണി? ഇവൾക്ക് വൈകുന്നേരം CBI പരിപാടിയാന്ന് തോന്നുന്നുണ്ട്. അതാണ് ഈ ഇവള് ഉറങ്ങാണ്ട് ജിസേൽ എന്താ ചെയ്യുന്നത്? ക്യാരറ്റ് തേക്കുകയാണോ, ബീട്രൂട്ട് തേക്കുകയാണോ? ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇവള് ലാസ്റ്റ് കണ്ടുപിടിച്ചു ജിസേലിന് വേണ്ടിയിട്ടുള്ള ഈ മേക്കപ്പ് സാധനങ്ങൾ ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുന്നത് ആര്യനാണെന്ന്. ആര്യനെ വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം മുതലേ തുടക്കത്തിലേ ഇന്നലെ വരെ ആര്യൻ്റെ കയ്യിൽ ബാൻഡ് ഉണ്ട്. ആര്യന് എന്തും ചെയ്യാം, ഇഷ്ടം പോലെ ഡ്രസ്സ് മാറാം, ഇഷ്ടം പോലെ മേക്കപ്പ് ചെയ്യാം. ഇന്ന വരെ നഷ്ടപ്പെടാണ്ട് കയ്യിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ബാൻഡ് വെച്ചിട്ടുണ്ടെങ്കിൽ ആര്യം മാത്രമേ ഉള്ളൂ. അപ്പോൾ ആര്യൻ്റെ കയ്യിൽ നിന്ന് സോപ്പിട്ട് ഇവള് ഇത് മേടിക്കുന്നുണ്ടെന്നാണ് പറയണത്. അത് കൈയോടെ പിടിക്കുകയും ചെയ്തു. അപ്പോൾ അത് ആര്യനാച്ചിട്ട് ചോദിച്ചപ്പോൾ ആര്യനാച്ചിട്ടുണ്ടെങ്കിൽ അങ്ങോട്ട് തിരിഞ്ഞ് ഇങ്ങോട്ട് തിരിഞ്ഞ് മട്ടോളം തിരിഞ്ഞ് ഇങ്ങോട്ട് തിരിഞ്ഞ് വട്ടം തിരിഞ്ഞ് ഒന്നും പറയാൻ പറ്റാത്ത രീതിയിൽ നിൽക്കുക. അപ്പോൾ സംഗതി മേടിച്ചിട്ടുണ്ട്, ശരിയാണ്. പക്ഷെ എന്നിരുന്നാലും ഈ പ്രാവശ്യം മോഹൻലാൽ മോഹൻലാൽ നാളെ വരുമ്പോൾ ജിസേലിന് 8ൻ്റെ പണി കിട്ടുന്നുള്ള കാര്യം ഉറപ്പാണ്. ഈ ജിസേലിന് മേക്കപ്പ് ഇല്ലാണ്ട് ജീവിക്കാൻ പറ്റില്ല. ഇനിയിപ്പോൾ നിങ്ങൾ ഭക്ഷണം കൊടുത്തില്ലെങ്കിലും ജിസേലിന് യാതൊരു പ്രശ്നവുമില്ല. നിങ്ങൾ മേക്കപ്പ് ഇല്ലെങ്കിൽ ജിസേലിൻ്റെ സകല കൺട്രോളും പോവും. ആകെ കുരു പൊട്ടിയ പോലെയാണ്. പിന്നെ എന്തൊക്കെയാണ് പറയുക, എന്തൊക്കെയാണ് ചെയ്യാമെന്ന് ഒരു പിടുത്തമില്ല. ഇന്നലെ തന്നെ അനുമോളെ 2-3 പ്രാവശ്യം തെറി വിളിച്ചിട്ടുണ്ട്. അത് വേറെ കാര്യം. അത് ഇംഗ്ലീഷിലായ കാരണം അനുമോൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവില്ല അതുകൊണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളാണ്. പക്ഷേ വോട്ടിൻ്റെ കാര്യത്തിൽ ജിസേൽ നല്ല മുന്നേറ്റം നടത്തുന്നുണ്ട്. പെണ്ണുങ്ങളുടെ ഇടയിൽ വെച്ചിട്ട് ഒരുവിധം നല്ല രീതിയിൽ സംസാരിക്കാനും കുറുക്കിക്കൊള്ള ഡയലോഗ് പറയാനും ജിസേലിനെ പറ്റുള്ളൂ. അത് നല്ല കാര്യമാണ്. അതുപോലെ തന്നെ എന്തൊക്കെയാണെന്ന് അറിയില്ല, പ്രേക്ഷകർക്ക് അനുമോളെ ഭയങ്കര ഇഷ്ടമാണ്. നല്ല വോട്ടിംഗ് പാറ്റേൺ. ഇപ്പോൾ നമ്പർ 1 നിൽക്കുന്നത്. നമ്മുടെ ഷാനവാസിനെ പിന്തള്ളിക്കൊണ്ട് വീണ്ടും നമ്പർ 1 ആയിരിക്കുന്നു നമ്മുടെ അനുമോള്. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അനുമോളിലെ കരച്ചിൽ കാണാൻ ഒരുപാട് ആൾക്കാർ, അമ്മമാർക്കും ചേച്ചിമാർക്കും ഭയങ്കര ഇഷ്ടമാവും. ഒന്നാ പറഞ്ഞാൽ രണ്ടാമത്തേന് കരയല്ലേ. ഇന്നലെ തന്നെ കരഞ്ഞു. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പല കാര്യങ്ങൾക്കും ഒന്ന് തൊട്ടാറവാടിയാണ്, ഒന്ന് കഴിഞ്ഞ് അപ്പം പിന്നെ ഓടി ചെന്ന് കരച്ചിലും പിരിച്ചിലും സങ്കടം പറച്ചിലും വിഷമം പറച്ചിലും ഒക്കെ കാണുമ്പോൾ വോട്ട് അങ്ങനെയൊക്കെയാണ് തോന്നിട്ട് വീഴുന്നത്. ഇതൊക്കെ വോട്ട് തന്ത്രമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇത് അനുമോൾക്ക് വോട്ട് ചെയ്യുന്നവരൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അനുമോൾ എന്തിനാണ് കരയുന്നത്, എന്തിനാണ് ഉറങ്ങണത്?
എന്താണ് ഈ ജിസേലിൻ്റെ പിന്നാലെ നടന്നത്? എന്താ ഈ പറയുന്നത്? അവിടുത്തെ ആണുങ്ങളെ എന്താണ് ഇങ്ങനെ കരിവാരി തേക്കുന്നത്? എന്താ ആണുങ്ങളെല്ലാവരും കോഴികളോ വായി നോക്കികളാണോ? എന്താ ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന ആണുങ്ങൾക്ക് ഒരു പെണ്ണിൻ്റെ തൊട കണ്ടു കഴിഞ്ഞാൽ അങ്ങോട്ട് ചാടി വീഴാണോ? എന്താണ് അതൊന്നും നടക്കണ ഇതൊന്നും അല്ലത്. പണ്ടത്തെ കാലത്തൊക്കെ നടക്കായിരിക്കും, കാൽപാദം വരെ മൂടി നടക്കുന്ന പെണ്ണുങ്ങളുണ്ട്. ഇപ്പം അതൊന്നും ഇല്ല. ടൗസറിട്ട് നടക്കുന്ന പെണ്ണുങ്ങൾ ഇഷ്ടം പോലെ നമ്മുടെ ഇറങ്ങി നടക്കുമ്പോൾ നമുക്ക് കാണാം. ഒരു പ്രശ്നമില്ലാണ്ട് അവർ നടക്കുന്നുണ്ട്. ഇതിനേക്കാളും അതിൻ്റെ ബിഗ് ബോസിൽ ഇട്ട് നടക്കുന്ന, ജിസയിലിട്ട് നടക്കുന്ന ഡ്രസ്സിനേക്കാളും കൂടുതൽ കാണിച്ച് ഇവിടെ റോട്ടിലൂടെ ആൾക്കാർ നടക്കുന്നുണ്ട്. അപ്പോൾ അനുമോളി ഈ ലോകത്തൊന്നല്ലേ ജീവിക്കുന്നത്? പിന്നെ കുണ്ടി കുലുക്കി നടക്കണം. അതിപ്പോൾ എന്താ പ്രശ്നം? ഒരാൾക്കെതിരെ കുണ്ടി ഉണ്ടെങ്കിൽ പിന്നെ അത് എവിടെയെങ്കിലും പണയം വയ്ക്കാൻ പറ്റുമോ? അത് പറ്റില്ല. അവനാൻ്റെ കുണ്ടി അവനാൻ തന്നെ കൊണ്ടു നടക്കണം. അതിപ്പോൾ ആർക്കെങ്കിലും കാണുമ്പോൾ എന്തെങ്കിലും ഇൻട്രസ്റ്റോ കാര്യങ്ങളോ തോന്നുന്ന ആ കാലഘട്ടമൊക്കെ കഴിഞ്ഞു. അതൊന്നും ഇല്ലാട്ടപ്പോൾ. അപ്പോൾ ഇതൊക്കെയാണ് കാര്യം. പിന്നെ ആൾക്കാരെ വെറുപ്പിക്കുന്ന കഥ പറച്ചിൽ തുറന്നുകൊണ്ടിരിക്കുന്നു. അതുപോലെ വെറുപ്പിക്കുന്ന, എല്ലാ സീസണിലും വെറുപ്പിച്ചുകൊണ്ടിരിക്കുന്ന കലോത്സവം എന്തിട്ടായി കാണിച്ചു കൊണ്ട് ഒരു സിനിമാറ്റിക് ഡാൻസ് പോലെ കുറേ കാര്യങ്ങൾ കിടന്ന് ഈ ഇവരെ കൊണ്ട് തുള്ളിച്ചാടിക്കുക, ഇങ്ങനെ കാണിച്ച് എന്തൊക്കെയോ ഒരു ചെയ്യുന്നുണ്ട്. നമുക്കതിലൊന്നും യാതൊരു പ്രേക്ഷകർക്ക് യാതൊരു ഇതും ഇല്ലാതൊരു കാര്യമാണത്. ഒരു ഇൻട്രസ്റ്റും ഇല്ല. എന്തിട്ടാണ് കാണിച്ചു കൂട്ടുന്നത്? നമുക്കൊരു പിടുത്തം കിട്ടുന്നില്ല. പിന്നെ ഇന്നലെ ഒരു ടാസ്ക് കൊടുത്തിട്ടുണ്ട്. അത് ഭയങ്കര ചതിയാണ് നമ്മുടെ പ്രേക്ഷകരോടും മറ്റുള്ള മത്സരാർത്ഥികളോടും നമ്മുടെ ബിഗ് ബോസ് ചെയ്തത്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കല്ല് സ്വന്തമാക്കുന്ന ഒരു കളിന്, ആ കല്ല് സ്വന്തമാക്കുന്ന ഒരു പരിപാടിയിൽ, കളിയിൽ അത് അവനാൻ തന്നെ കളിക്കണം. ഇത്ര നാൾ സഹായിനെ വെച്ചിട്ട് നമ്മൾ വേർപ്പ് പൊടിയാണ്ട് നമുക്ക് ബലം നമ്മൾ കൊയ്തെടുക്കുന്ന പരിപാടി നടന്നത്. ഇപ്പോൾ ആ പരിപാടി നിർത്തി. അനീഷ് കുറേ പരാതിയൊക്കെ പറഞ്ഞോടുകൂടിയിട്ട് ആ പരിപാടി നിർത്തി. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ സ്വന്തമായിട്ട് പ്രയത്നിച്ച് നമ്മൾ എല്ലും മുറിയോളം പണി ചെയ്തിട്ട് പല്ലും മുറിയോളം തിന്നുക എന്ന് പറഞ്ഞ പോലെ ഇന്നലെ കല്ല് കളക്ട് ചെയ്യാനായിട്ട് ഇവർക്ക് തന്നെ ഇറങ്ങണം. വേറെ ആരും അതിനെ സഹായിക്കാനില്ല. ആ ഒരു കളീനെ തന്നെ കൊടുത്തത്. പക്ഷേ ആ കളിയിൽ ശരിക്കും പറഞ്ഞാൽ അനീഷ് തോൽക്കും. തോറ്റ എന്തായാലും ഇവിടുന്ന് ഔട്ടാവും, അല്ലെങ്കിൽ ഡാർക്ക് റൂമിൽ പോവും. ഇങ്ങനെ രണ്ട് അവസ്ഥ നിൽക്കുന്നത് ബിഗ് ബോസിന് മനസ്സിലായി. അവസാന നിമിഷത്തിൽ ബിഗ് ബോസ് എന്തുണ്ടായി, കളി ഡൈവേർട്ട് ചെയ്ത് തിരിച്ചു വിട്ടിട്ട് അത് നമ്മുടെ അനീഷിന് അനുകൂലമായി മാറ്റി അതിനെ നമ്മുടെ അനീഷിനെ സേഫാക്കി. ഇത് ബിഗ് ബോസ് ചെയ്ത ഒരു അപരാധമാണ്. പിന്നെ കാരണന്മാർക്ക് അടുപ്പിലും തൂറാലോ, അവർ പറയണല്ലോ കാര്യം. അവരെ കഷ്ടത്ത് കൈ വെച്ച് കൊടുത്തോ, കഷ്ടത്ത് തല വെച്ച് കൊടുത്തോട്ടാണല്ലോ അവരൊക്കെ നിൽക്കുന്നത്, ബാക്കിയുള്ള മത്സരാർത്ഥികൾ. അപ്പോൾ ഇതിനൊന്നും പറയാൻ പറ്റില്ല. ആ അനീഷിനെ സേഫാക്കി. കാരണം എന്താ വെച്ചാൽ പെട്ടെന്ന് അനീഷ് പോയി കഴിഞ്ഞാൽ ബിഗ് ബോസ് വീട് ഉറങ്ങി. പിന്നെ കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഒരാളും അവിടെ ഉണ്ടാവില്ല. ഇവിടെ അനീഷ് എനിക്കിന് തന്നെ അലമ്പുണ്ടാക്കാനാണല്ലോ. അലമ്പുണ്ടാക്കാന്ന് പറഞ്ഞാൽ ആരെങ്കിലോടും മെക്കിട്ട് കയറുക, അത് കഴിഞ്ഞ് വായി നോക്കി നടക്കുക. ഇതാണ് മൂപ്പരെ പരിപാടി. അല്ലാണ്ട് ഇതൊരു വലിയ കാര്യം ഉണ്ടായിട്ട് സംസാരിച്ചതോ അല്ലെങ്കിൽ നമുക്ക് വലിയ പ്രേക്ഷകർക്ക് വളരെ ഇഷ്ടപ്പെട്ട രീതിയിൽ മൂപ്പര് അവിടെ ആർഗ്യുമെൻ്റ് നടത്തുക ഒന്നുമല്ല. വായ തോന്നിയത് കോതയ്ക്ക് പാട്ടെന്ന് പറഞ്ഞ പോലെ ബിഗ് ബോസ് എല്ലാ സീസണും കണ്ടിട്ട് അത് ഇങ്ങനെയൊക്കെ ചെയ്യണം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഒരു കൂതറ പരിപാടി അത്ര തന്നെയുള്ളൂ. അതുപോലെ തന്നെ ഇപ്പോൾ കട്ടെടുത്ത് തിന്നുന്ന ആൾക്കാരുണ്ട്. ഈ കട്ടെടുത്ത് തിന്നുന്ന ആൾക്കാർക്ക് അവരും ഇതുപോലെ ബിഗ് ബോസ് കണ്ടിട്ട് തന്നെയാണ് ഈ കട്ടെടുത്ത് രാത്രി എല്ലാവരും ഉറങ്ങുന്ന നേരത്ത് വന്ന് കട്ടെടുത്ത് തിന്നുന്നത്. അതെന്താ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ലാലേട്ടൻ വന്നു കഴിഞ്ഞാൽ അതൊരു വലിയൊരു കോമഡി ആയിട്ട് വലിയൊരു ഇതായിട്ട് അവർക്ക് നല്ലൊരു പ്രശംസ കിട്ടും. ഭക്ഷണകാര്യമാണല്ലോ, ഭക്ഷണം പോരാണ്ട് വരുമ്പോൾ കട്ടെടുത്ത് തിന്നുന്നത്. അത് ഇതിൽ പല സീസണിലും ഇതുപോലെ പലരും കട്ടെടുത്ത് തിന്നിട്ട് അവരെ പ്രോത്സാഹിപ്പിക്കാനും അവരെ കാണിച്ച് ഫൺ കളിക്കാനും മോഹൻലാലും തയ്യാറാവും. അവർക്കതൊരു വലിയ സന്തോഷമാണ്. അപ്പോൾ ഒരു കണ്ടൻറ്റും ഇല്ലാത്ത ഒരു വായി നോക്കിയായിട്ടുള്ള ഒരു ആണുപെണ്ണായിട്ടുള്ള ആ മുടിയം കിടന്ന് കാണിക്കുന്ന അംഗങ്ങൾ അതുപോലെയാണ്. ഒരു സ്റ്റാൻഡേർഡും ഇല്ലാത്ത മത്സരാർത്ഥി. ഇതാണ് നമുക്കത് പറയാനുള്ളത്. അപ്പോൾ പിന്നെ ഈ അനു, ശൈത്യ, ജിസേല് ഇവരൊക്കെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 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 സംഭവം അവിടെ നടക്കുന്നുണ്ട്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർക്ക് ഇഷ്ടമല്ലാത്തവർ, ഇവരൊരു ടീമാണ്, ഇവർക്ക് ഇഷ്ടമല്ലാത്തവരെ ഇവർ ഇതാക്കുക. അതുപോലെ തന്നെ അനു, ശൈത്യ, ജിസേലും കൂടിയിട്ട് ഒരു ഷഡ്ഡിയുടെ കാര്യം പറഞ്ഞിട്ട് അവിടെ ഒരു പ്രശ്നം നടക്കുന്നുണ്ട്. അപ്പോൾ ആ ശരിക്കുള്ള പ്രശ്നം ഇങ്ങനെയുള്ള വൃത്തികെട്ട കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് ഇപ്പോഴത്തെ അവിടുത്തെ ആൾക്കാരുടെയും അവിടുത്തെ മത്സരാർത്ഥികളുടെയും കാര്യങ്ങളൊക്കെ. അല്ലാണ്ട് നല്ലൊരു കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് പ്രേക്ഷകരെ വീണ്ടും നാളെ ബിഗ് ബോസ് കാണാനായിട്ട് പ്രേരിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു മത്സരാർത്ഥിനും നമുക്ക് അവിടെ കാണാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഇവരെ കലോത്സവങ്ങളും ഇവരെ കുടുംബ കഥകളും ഇവരെ സെൻറ്റി അടിക്കലും ഇവരെ കരച്ചിലും മാത്രമായിട്ട് ഇന്നലത്തെ എപ്പിസോഡും പിന്നെ കുറേ തിക്കും തിരക്കും ബഹളടിയും
പിന്നെ കുറേ മേക്കപ്പ് എനിക്ക് മേക്കപ്പ് ചെയ്യാൻ പറ്റില്ല, പിന്നെ നീ അവിടെ നിന്ന് മേക്കപ്പ് ചെയ്യുന്നു എന്ന് അറിഞ്ഞിട്ടുള്ള ഒരു കളി. അതുപോലെ തന്നെ ഇന്നലെ ഈ ബിഗ് ബോസിൻ്റെ ടീം വന്നിട്ട് അവിടെ കണ്ടമാനം പരിശോധിച്ചതിൽ നിന്ന് നമുക്ക് ജിസേലിൻ്റെ കയ്യിൽ നിന്ന് കുറേ സാധനങ്ങൾ പിടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അനിമോള് പറയുന്നതിൽ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോൾ ഈ ജിസയിൽ കുറേ സാധനങ്ങളൊക്കെ അവിടെ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്, അതൊക്കെ കൈയോടെ നല്ല പോക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇപ്രാവശ്യം മോഹൻലാൽ വന്ന ജിസേലിനെ ഇട്ട് വറചട്ടിയിലിട്ട് വറുത്ത് പൊരിച്ച് ഉണക്കിയെടുക്കുന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അപ്പോൾ ബിഗ് ബോസിൻ്റെ കാര്യങ്ങളൊക്കെ അങ്ങോട്ട് നന്നായി നടക്കട്ടെ. നമുക്കിന്ന് നല്ലൊരു ആഗസ്റ്റ് 15 ആഘോഷിക്കാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുന്നു. നന്ദി, നമസ്കാരം.